അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപ്രസിദ്ധമായ ഒരു യാത്രയായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. അതിൽ മുസ്ലിം ലോകം അഭിമാനിക്കുകയും ഏറെ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചെറിയ 10 പോയിന്റ്സുകൾ മാത്രമാണ് ഇന്ന് വീഡിയോയിലൂടെ അനാവരണം ചെയ്യുന്നത്. You are welcome back to Youth and Boy channel. പോയിന്റ് നമ്പർ 1, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള രാപ്രയാണത്തിനാണ് ഇസ്രാ എന്ന് പറയാറുള്ളത്. അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 7 ആകാശവും 7 ആകാശത്തിനപ്പുറമുള്ള അള്ളാഹു ഉദ്ദേശിക്കുന്ന പല സ്ഥലങ്ങളും പോയി വരികയുണ്ടായി. ഇതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 2, മിഅ്റാജും ഇസ്രാവും നടക്കാനുള്ള ഒരു കാരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന അബൂ താലിബ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയും പ്രിയങ്കരിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും വീട്ടിലെ എല്ലാമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, ഇതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമവും മനപ്രയാസവും ഉണ്ടായി. ഈ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി അല്ലാഹു തആല ആസൂത്രണമായിട്ട് ചെയ്ത സന്തോഷവും മറ്റും വരുത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന് ചരിത്രത്തിൽ കാണാം. പോയിന്റ് നമ്പർ 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, റജബ് 27 അന്ന് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അല്പം മയക്കത്തിലായിരിക്കുന്ന സമയത്ത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ എൻ്റെ നെഞ്ചി പിളർത്തുകയും അതിൽ നിന്ന് എന്തോ എടുത്തു മാറ്റി അതിനെ കഴുകി വൃത്തിയാക്കി അതിനുശേഷം എൻ്റെ നെഞ്ചകത്ത് ഹിക്മത്തും ഇൽമും നിറയ്ക്കുകയും ചെയ്തു അന്ന് രാത്രി. പോയിന്റ് നമ്പർ 4, എങ്ങനെയാണ് ഇത്രയും ഈ ലോകങ്ങൾ മുഴുവനും പോയി കടന്ന് കീഴടക്കി വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ പോയ വാഹനം കഴുതയേക്കാൾ വലിപ്പമുള്ളതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ വെളുത്തൊരു മൃഗമായിരുന്നു അത്. അതിൻ്റെ പേരാണ് ബുറാഖ്. അതിൻ്റെ നോട്ടം എവിടെ എത്തുന്നുവോ അവിടെയാണ് അതിൻ്റെ കുളമ്പെത്തുന്നത്. അത്രയും വേഗത്തിലായിരുന്നു അത് സഞ്ചരിച്ചിരുന്നത്. പോയിന്റ് നമ്പർ 5, ഇസ്രാവും മിഅ്റാജും വിശുദ്ധ ഖുർആൻ ഷരീഫ് കൊണ്ട് തെളിയിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നുമാണത്. അതിനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ സ്ഥാനം നഷ്ടപ്പെട്ടവനാണ്. പോയിന്റ് നമ്പർ 6, മിഅ്റാജ് ദിനത്തിലെ നോമ്പിന് വളരെയധികം മഹത്വമുണ്ട്. ഇസ്ലാമിക ലോകത്തെ മുജദ്ദിദും സൂഫി ലോകത്തെ അതിഗായകനുമായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാം. റജബ് 27 അന്നിലുള്ള നോമ്പിന് 60 മാസത്തേക്കാൾ പ്രാധാന്യവും അതിലുപരി പ്രതിഫലവും ഉണ്ട് എന്നാണ് ഹദീസ് വ്യക്തമാക്കുന്നത്. പോയിന്റ് നമ്പർ 7, റജബ് 27 അന്ന് രാത്രി മില്യൺ കണക്കിന് കിലോമീറ്ററുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും നാഴികകൾക്കുള്ളിൽ പോയി വന്നത്. അത് നാം ഒക്കെ പറയാറുള്ള കേവലം ബുറാഖ് എന്ന ആ വാഹനത്തിൽ മാത്രമായിരുന്നു. ബുറാഖ് എന്നത് ബർക്ക് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളതെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മിന്നൽ, പ്രകാശം എന്നൊക്കെയാണ്. അപ്പോൾ മിന്നലിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത 3,00,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ഇസ്രാവിന് ബുറാഖ് എന്ന വാഹനത്തിനും അത്രയും സ്പീഡ് ഉണ്ടായിരിക്കണം. പോയിന്റ് നമ്പർ 8, റജബ് 27 അന്ന് രാത്രി ഏറ്റവും വലിയ എല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ദർശനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തനി നിറത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ദർശിക്കുകയുമുണ്ടായി. പോയിന്റ് നമ്പർ 9, റജബ് 27 അന്ന് നിസ്കാരത്തിൻ്റെ ഒരു വാർഷികമാണ് എന്ന് നമുക്ക് പറയാം. കാരണം റജബ് 27 അന്ന് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം ലഭിച്ചതെന്നാണ്. അതൊരു ഗിഫ്റ്റായിട്ട് അല്ലാഹു തആല ഈ സമൂഹത്തിന് നമ്മുടെ നബി മുഖേന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ആ സമൂഹത്തിനും പ്രാധാന്യമുണ്ട്. പോയിന്റ് നമ്പർ 10, ഇസ്രാ മേറാജ് കേവലം സ്വപ്നമായിരുന്നു എന്നും അത് യാഥാർത്ഥ്യമല്ല എന്നും ചില ആളുകൾ ജൽപ്പിക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും ശരിയല്ല. കാരണം ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത പലയിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയും അവിടെയെല്ലാം ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും അള്ളാഹുവിൻ്റെ ദർശനം എന്നുള്ള ആ അത്യാപൂർവമായ കാര്യം സാധിക്കുകയും പല നേട്ടങ്ങളും സമൂഹത്തിന് വാങ്ങിത്തരുകയുമൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മഹാസംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ്. Thank you for listening my points. Wish you all the best. Assalamu alaikum.